ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം 11-ാം തിരുലിഖിതം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയിൽ എരിവ് പാടില്ലെന്നോ? ഹോസിയ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇതാ നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് തൻ്റെ അത്ഭുതമായ സ്പർശനങ്ങൾ, അഭിഷേകങ്ങൾ, സൗഖ്യങ്ങൾ എൻ്റെ മേലും നിങ്ങളുടെ മേലും ചൊരിയുന്നു എന്നത് ദൈവവചനപ്രകാരം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുലിഖിതം, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഷീന. ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു ദിവസം TV തുറന്നപ്പോൾ ഈ ടെലിവിഷൻ ശുശ്രൂഷ അറിയാനിട വന്നത്. ഞാനും എൻ്റെ 9 വയസ്സുള്ള മകനും ഈ വചനപ്രഘോഷണവും അത്ഭുതങ്ങളുടെ വെളിപ്പെടുത്തലുകളും വളരെ ആവേശത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് ഒരു അനുഭവം ഉള്ളത് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ടെലിവിഷൻ പ്രോഗ്രാമിനെ കുറിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ 1 വർഷത്തിലധികമായി ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നൊരു കുടുംബമാണ്. എൻ്റെ മകൻ്റെ പ്രശ്നം ഇതാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കും, എന്നാൽ ഒന്നും മനസ്സിലാവില്ല. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ 0 മാർക്ക്, അല്ലെങ്കിൽ കൈവിരൽ എണ്ണാവുന്ന മാർക്ക്. അങ്ങനെ 4-ാം ക്ലാസ്സിൽ വെച്ച് അവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കും എന്ന സ്ഥിതി വരെ എത്തി. ഞങ്ങളുടെ കുടുംബം ആകെ നാണക്കേടിലായി, വലിയ വിഷമത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വചനപ്രഘോഷണത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. എൻ്റെ മകനെ TV-യുടെ വചനപ്രഘോഷണത്തിന് മുമ്പിൽ, TV-ക്ക് മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മകൻ്റെ ബുദ്ധി തെളിയട്ടെ, ഓരോ വചനപ്രഘോഷണം നടക്കുമ്പോഴും ആ വചനത്തിൻ്റെ ശക്തിയാൽ മകൻ്റെ ബുദ്ധി തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 8 ആഴ്ച പ്രാർത്ഥിച്ചു. അതിൻ്റെ പരിണത ഫലമായി എൻ്റെ മകൻ്റെ ബുദ്ധി തെളിഞ്ഞു. അവനിപ്പോൾ കുറച്ച് പഠിച്ചാൽ തന്നെ നല്ല റിസൾട്ടോടെ പരീക്ഷയിൽ പാസ്സാകാൻ തക്കവണ്ണം അവൻ്റെ ജീവിതം വ്യത്യാസപ്പെട്ടു. അവൻ 4-ാം ക്ലാസ്സിലെ പരീക്ഷയുടെ അവസാനത്തെ റൗണ്ട് പരീക്ഷയിൽ 90% മാർക്കോടെ വിജയകരമായി 5-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, തോറ്റ് അങ്ങേയറ്റം തോറ്റ് 2 മാർക്ക് 3 മാർക്ക് അങ്ങനെ എത്തിയിരുന്ന കുട്ടി. എന്നാൽ ടെലിവിഷൻ്റെ സമയത്ത് ഈ വചനങ്ങൾ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ആ ചേട്ടത്തിയും ആ കുട്ടിയും ആ കുടുംബവും ടെലിവിഷന് മുമ്പിലിരുന്ന് ഈ വചനങ്ങളെ സ്വീകരിച്ചിട്ട് സർവശക്തമായ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് യേശുവിനെ വിളിച്ചു. ആ കുട്ടിയുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. കുട്ടിയുടെ ബുദ്ധി തെളിഞ്ഞു. ബുദ്ധിയുടെ മേലെ കെട്ടുകൾ അഴിഞ്ഞു. 90% മാർക്കോടെ ആ കുട്ടി ആ ക്ലാസ്സിൽ ആ വർഷം പാസ്സായി. അടുത്ത ക്ലാസ്സിലേക്ക് നല്ല ഗണത്തിലേക്ക് ചേരാൻ തക്കവണ്ണം ദൈവം ആ കുട്ടിയെ ഉയർത്തി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, 2 കരങ്ങളും തുറന്നു പിടിക്കാം. നമ്മുടെ ബുദ്ധിയുടെ മേൽ അന്ധകാരം വിട്ടുപോകട്ടെ, ചിന്താമണ്ഡലത്തിൽ അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ, കാഴ്ചപ്പാടിൽ അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ. കുരുട് പിടിച്ച ബുദ്ധിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, തെളിഞ്ഞ ബുദ്ധി ലഭിക്കട്ടെ. ഓ ദൈവമേ, ജോയേൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനൊരു കുത്തിയൊഴുക്ക്, പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവാഹം ഇപ്പോൾ നൽകണമേ. കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ വാഗ്ദാനം, പരിശുദ്ധാത്മാവേ വർഷിക്കണമേ. ദൈവമേ വാഗ്ദാനം, ആത്മാവേ വർഷിക്കണമേ. കർത്താവ് ദൈവമേ, കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ, വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം.
സ്തോത്രമാമേ. ഹല്ലേലൂയ 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 സ്തോത്രമാമേ. ഓ ദൈവമേ, ഇതാ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ ദാസീദാസന്മാർ നിലവിളിക്കുകയാണ് കർത്താവേ. ബാലികാ ബാലന്മാരുണ്ട്, യുവതി യുവാക്കന്മാരുണ്ട്, രോഗികളുണ്ട്, തകർന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, വിശ്വാസം മങ്ങിപ്പോയവരുണ്ട്. ദൈവമേ, വൃദ്ധന്മാരും ഒരു വലിയ പറ്റം ജനമാണ് കർത്താവേ. ഈ ജനതയുടെ മേൽ അവിടുന്ന് ആത്മാവിനെ വർഷിക്കണമേ. നവസ്വപ്നവും യുവജന നിരയിൽ ദർശനവും, വൃദ്ധന്മാരിൽ നവസ്വപ്നവും യുവജന നിരയിൽ ദർശനവും, അടയാളങ്ങളും അത്ഭുതവും സകലരിലും നവജീവിതവും സംഭവിക്കട്ടെ കർത്താവേ. അരുളിയപ്പോ ആത്മാവിനെ വർഷിക്കണമേ. കരങ്ങൾ ഉയർത്തി കർത്താവാം ദൈവമേ വാഗ്ദാനം വലിയ വിശ്വാസത്തോടെ ആത്മാവിനെ വർഷിക്കണമേ. വലിയ ദാഹത്തോടെ ദൈവമേ വാഗ്ദാനം പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, നിറയണമേ. സ്തോത്രമാമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രാർത്ഥനയിൽ എരിവ് പാടില്ലെന്നോ? ഇത് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും അറിയേണ്ട ഒരു ആത്മീയ രഹസ്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചൊരു സംഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ചില ആളുകൾ എന്നെ കണ്ടുമുട്ടി. അവരിൽ ചിലർ എന്നോട് പറയുകയാണ്, നല്ല ബുദ്ധിയും കഴിവുമുള്ളവരാണ്. ഇവരെന്നോട് സംസാരിക്കുകയാണ്, എനിക്ക് ഈ ധ്യാന കേന്ദ്രമൊന്നും ഇഷ്ടമല്ല, അവിടെ മൊത്തം വികാരമാണ്, ഈ വികാരമേളയ്ക്കുള്ള പ്രാർത്ഥനയൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, എനിക്ക് തന്നെ നാണക്കേടായിപ്പോയി. ഞാൻ ചിന്തിച്ച്, ഈ ധ്യാന കേന്ദ്രത്തിൽ മൊത്തം വികാരമാണെന്നാണല്ലോ ഇവർ പറയണത്. വികാരമിളക്കിയുള്ള പ്രാർത്ഥന അത് ഏതാണ്? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു മഹാമോശമാണല്ലോ. ഞാൻ ചിന്തിച്ച്, ഞാൻ എന്തായാലും തിരിച്ച് ധ്യാന കേന്ദ്രത്തിൽ വന്നു. ഞാനിരുന്ന് ആലോചിച്ച് നോക്കി, ഈ വികാരം ഇളക്കിയുള്ള പ്രാർത്ഥന എവിടെയാണ് സംഭവിക്കുന്നത്? എവിടെയാണ് ഈ വികാരം എല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്നത്? അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവസ്തുതിപ്പിനെ പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ആ ബുദ്ധിമാന്മാർ രേഖപ്പെടുത്തിയതെന്ന് എനിക്ക് മനസ്സിലായി. ഈ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, അങ്ങയുടെ എളിയ മക്കൾ അങ്ങയുടെ സന്നിധിയിൽ വന്ന് ഹൃദയം പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? ആ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശുദ്ധ ലിഖിതത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം അതിൽ 9-ഉം 10-ഉം തിരുലിഖിതങ്ങൾ, സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല, ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം, കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യം പഠിപ്പിക്കുകയാണ്,
ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം. കർത്താവാണ് അത് പ്രചോദിപ്പിക്കുന്നത്. ഒരു വ്യക്തി ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ഹൃദയം പൊട്ടി അപ്പാ എന്ന് വിളിക്കുന്നത്, ഹൃദയം പൊട്ടി യേശുവിനെ നോക്കി യേശു രാജാവേ എന്ന് വിളിക്കുന്നത്, ഹൃദയം പൊട്ടി ദൈവസന്നിധിയിൽ വന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി വലിയ സ്വരത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നത്, ഇങ്ങനെ യേശുവിനെ വിളിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത്, ത്രിയേക ദൈവത്തെ വിളിക്കുന്നത്, സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, പാട്ട് പാടുന്നത്, അത് വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പ്രാർത്ഥന തന്നെയാണ്. അത് ദൈവമായ കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ആ ദിവസങ്ങളിൽ കർത്താവ് അനുഗ്രഹീതനായ ഒരു ദൈവശാസ്ത്രജ്ഞനിലൂടെ വെളിപ്പെടുത്തി തന്ന മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. അതിങ്ങനെയാണ്: വികാരം വറ്റിപ്പോയവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയല്ല ദൈവസ്തുതിപ്പ്. ദൈവസ്തുതിപ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ മനോജ്ഞങ്ങളായ മാനുഷിക വികാരങ്ങളുടെ ബഹിർസ്ഫുരണമാണ്. ദൈവസ്തുതിപ്പ്, ദൈവത്തോടുള്ള പ്രാർത്ഥന, ദൈവസന്നിധിയിൽ ഒരു വ്യക്തി ചെല്ലുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനോജ്ഞങ്ങളായ മാനുഷിക വികാരങ്ങളുടെ ബഹിർസ്ഫുരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നല്ല നല്ല മനോജ്ഞങ്ങളായ മാനുഷിക വികാരങ്ങളുണ്ട്. അത്ഭുതം, സന്തോഷം, ജിജ്ഞാസ, സ്നേഹം, വാത്സല്യം, ഇങ്ങനെ ഒരുപാട് മനോജ്ഞങ്ങളായ മാനുഷിക ഭാവങ്ങളുണ്ട്. ദൈവത്തിൻ്റെ നന്മ ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടൽ ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മനോജ്ഞങ്ങളായ മാനുഷിക ഭാവങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമാണ് ദൈവാരാധന, ദൈവസ്തുതിപ്പ്, ദൈവത്തോടുള്ള ഹൃദയം ലയിച്ചുള്ള പ്രാർത്ഥന. അവിടെ കണ്ണുനീരുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ നിലവിളിയുണ്ട്, അവിടെ എല്ലാ മാനുഷിക ഭാവങ്ങളും ലയിച്ച് നിറഞ്ഞു നിൽക്കുകയാണ്. വിശുദ്ധ ലിഖിതത്തിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 19-ഉം 20-ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്: എൻ്റെ മക്കളോട് കൂടെ നിന്നെ പാർപ്പിക്കുന്നതിനും സകല ജനതകളിലും വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് നൽകുന്നതിനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. നീ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്നും നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. നോക്കുക, സർവശക്തനായ ദൈവത്തിൻ്റെ ഹൃദയം തൻ്റെ മക്കളായ നമ്മുടെ ഓരോരുത്തരും ഹൃദയത്തോട് സംവദിക്കുകയാണ്. ഹൃദയത്തോട് സംസാരിക്കുകയാണ്. എന്താ ഹൃദയത്തിൻ്റെ ഭാഷ? എന്താ ഹൃദയത്തിൻ്റെ ആഗ്രഹം? നീ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ഈ വലിയ ദൈവം, സർവശക്തനായ ദൈവം, അഖിലാണ്ടങ്ങളുടെ സൃഷ്ടാവ് ഒരു മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു കുഞ്ഞ്, ഒരു മനുഷ്യൻ, ഒരു പൈതൽ ദൈവസന്നിധിക്ക് എന്നിട്ട് അപ്പാ, പിതാവേ, ആബാ ഇങ്ങനെ ഹൃദയം നുറുങ്ങി വിളിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.